പി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിയതോടെ സതീശന്റെ തട്ടകമായ എറണാകുളത്തും ഗ്രൂപ്പ് പോര് കനക്കുന്നു. ബലാബലത്തിൽ ഒട്ടും പിന്നിലല്ലാത്ത ജില്ലയിൽ പോര് കടുപ്പിക്കാനാണ് ചെന്നിത്തല പക്ഷത്തിന്റെ ശ്രമം. ആഭ്യന്തരമന്ത്രി സ്ഥാനവും തന്റെ പക്ഷക്കാരനായ മറ്റൊരു മന്ത്രിയെ കൂടിയുമാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുമ്പേ വി ഡി സതീശന് അനുകൂലമായി എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലെക്സുകൾ ഉയർന്നിരുന്നു. ചെന്നിത്തല പക്ഷവും സജീവമായി അവകാശവാദം ഉന്നയിച്ചിരുന്നതാണ്. അതിനിടയിൽ KCയെയും ചെന്നിത്തലയെയും വെട്ടി വി ഡി സതീശൻ മുഖ്യമന്ത്രിയായതോടെ ഇരുപക്ഷവും തമ്മിലുള്ള ഗ്രൂപ്പ് പോര് വരും ദിവസങ്ങളിൽ കനക്കുമെന്നാണ് സൂചന. ആഭ്യന്തരമന്ത്രി സ്ഥാനവും തന്റെ പക്ഷക്കാരനായ മറ്റൊരു മന്ത്രിയെ കൂടിയുമാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആഭ്യന്തരമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കില്ലെന്ന് വി ഡി സതീശൻ നിലപാടെടുത്താൽ പ്രശ്നം കൂടുതൽ വഷളാകും. എറണാകുളം ജില്ലയിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസാണ് വി ഡി ക്യാമ്പിന്റെ മുന്നണി പോരാളി. കൊച്ചി നിയോജക മണ്ഡലത്തിൽ ഷിയാസിനെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചതും സതീശന്റെ ബുദ്ധിയാണ്. എന്നാൽ രമേശ് ചെന്നിത്തലയോടും ആഭിമുഖ്യമുള്ള ഒട്ടനവധി നേതാക്കൾ എറണാകുളത്തുണ്ട്. കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ദീപക് ജോയ് തൃപ്പൂണിത്തുറ MLA ആയ സ്ഥിതിക്ക് കൗൺസിലർ തെരഞ്ഞെടുപ്പും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിനായുള്ള മുറുമുറുപ്പും ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയാകും. ജനം, കൊച്ചി.